ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എക്കട്രോമി. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടികൾക്ക് എങ്ങനെ ഒരു ഡ്യുവൽ ഹോൺ സെറ്റ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോണക്കളമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടനെ എനേബിൾ ചെയ്ത് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഈ രണ്ട് വണ്ടിക്കല്ല നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് ഇൻട്രോ എടുക്കാൻ പറ്റില്ല, ആ വണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ചെയ്യണ രീതി എന്ന് പറയുന്നത് എല്ലാ സെയിം വണ്ടികൾക്കും നമുക്ക് സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന റിലേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് വർക്ക് ചെയ്യണത്. അപ്പോൾ എങ്ങനെ വീഡിയോയ്ക്ക് പോയാലോ? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണ വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഹോണ്ടയുടെ CB350 എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം അത്യാവശ്യം നല്ല രീതിക്ക് മഴ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ആവശ്യമായ കാര്യങ്ങളൊക്കെ സ്ലീവ് വേണം നമുക്ക് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് റിലേ വെച്ചിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം നല്ല വയർ തന്നെ എടുക്കുക, കോപ്പറിന് തന്നെ വയർ എടുക്കുക. പിന്നെ നമുക്ക് ക്ലിപ്പുകൾ, ഈ ക്ലിപ്പ് ഒന്ന് നമുക്ക് ബാറ്ററിക്ക് കണക്ട് ചെയ്യാനും പിന്നെ ഒന്ന് നമുക്ക് ആ ഹോണിൻ്റെ ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് കണക്ഷൻ ക്ലിപ്പുകളാണ് ഇത് വേണ്ടത് ആ ഹോണിലേക്ക് ഇത് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് വയർ ടാഗുകൾ, നമുക്ക് ഈ വയർ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചാൽ. പിന്നെ ഹോൺ, ഇത് അതിലിരിക്കുന്ന വണ്ടിയുടെ സെയിം ഒരു പാറ്റേണുള്ള ഹോൺ തന്നെയാണ്. അപ്പോൾ ഡബിൾ ഹോണായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സ്ലീവ്, നമ്മൾ ഇത് സാധനങ്ങളൊക്കെ ഓക്കെ. നമുക്ക് ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം, സെറ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് ഒരു പോസിറ്റീവ് ലൈൻ എടുക്കണം. നമ്മുടെ റിലേയിലേക്ക് ഡയറക്റ്റ് ഒരു പോസിറ്റീവ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വെക്കണ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് അഴിച്ചിട്ടാണ് ഈ ഒരു പൊസിഷനിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്കിനി വയർ കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു റൂട്ട് വഴിയാണ് നമ്മൾ വയർ എടുക്കേണ്ടത്. അപ്പോൾ വയറിൽ കണ്ടില്ലേ, ഒരു സൈഡിൽ ഞാൻ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡിൽ നമുക്ക് റിലേയിലേക്ക് കണക്ഷൻ ചെയ്യാനുള്ള ക്ലിപ്പാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ചെയ്യേണ്ടത്, ഇതുപോലെ രണ്ട് സെറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡ് ഒന്നും ഒരു ക്ലിപ്പായിട്ടും അതിൽ നിന്ന് രണ്ട് വയർ സ്പ്ലിറ്റ് ചെയ്ത് വരണം. അത് പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് ക്ലിപ്പും ഒരു സൈഡ് ഗ്രൗണ്ട് ചെയ്യാനായിട്ടുള്ള ക്ലിപ്പ് ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടെണ്ണം വേണം, ഒരെണ്ണം എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ പറയും. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട് എടുക്കാനുള്ള ഇതാണ് ഹോണിലേക്ക്. ഈ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ്. ഈ രണ്ട് അപ്പുറം ഇപ്പുറത്തെ ലെഗ് എന്ന് പറയുന്നത് നമുക്ക് ഹോണിൽ നിന്ന് തന്നെ സ്വിച്ച് കണക്ഷനാണ് വന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ഡയഗ്രാം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം വന്നത്, കണ്ടില്ലേ. നമ്മുടെ ഈ ഹോണിൽ നിന്നുള്ള ഇത് എന്ന് പറഞ്ഞാൽ 87 എന്നുള്ള ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. 30 എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് ഡയറക്റ്റ് നമ്മൾ പോസിറ്റീവാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് നമ്മുടെ വണ്ടിയിൽ നിന്ന് വന്ന രണ്ട് വയർ ഉണ്ടാവില്ലേ, ഹോണിൽ നിന്ന് പിടിച്ച് ആ രണ്ട് വയർ അപ്പുറം ഇപ്പുറം കൊടുക്കുക. അത് നമ്മൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ടൈപ്പാണ്. നമ്മൾ ഹോണിൻ്റെ സ്വിച്ച് അടിക്കുമ്പോൾ അതിലേക്ക് പവർ വരിക. ആ രണ്ടിൽ നമ്മൾ റിലേ വർക്ക് ചെയ്തിട്ട് റിലേ ഓണാവും, അതിൽ നിന്നാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ കണക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള രീതിക്ക് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.